ഹലോ പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വെക്കേഷൻ എങ്ങനെ കടത്തിവിടുമെന്നറിയാതെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് പുറത്ത് എവിടെയെങ്കിലും പോകാമെന്നൊരു തീരുമാനമെടുത്ത് അരുണാചൽ പ്രദേശിൽ മേച്ചിക്ക കാണാൻ പോകാമെന്ന് ആദ്യം തീരുമാനമെടുത്ത് ഞങ്ങൾ ആ സ്ഥലം മാറ്റി ആസാമിൽ പോയേക്കാമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു. മേച്ചിക്ക പോയാൽ മഞ്ഞ് കാണാമെന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും. പക്ഷെ ഇത്തവണ അവിടെ മഞ്ഞ് കുറവായതിനാൽ അവിടേക്ക് പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ആസാമിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നമ്മുടെ നാട്ടിലെ സാധനങ്ങളെല്ലാം കിട്ടുന്നതുകൊണ്ട് ഞാൻ നല്ല സന്തോഷത്തിലായിരുന്നു. ഇത് ആസാമിലെ മാർക്കറ്റാണ്. ഇവിടെ ധാരാളം മീനൊക്കെ കിട്ടും. പക്ഷേ എല്ലാം കുളത്തിലെ മീനാണെന്ന് മാത്രം. കൂടുതലും ജീവനുള്ളതാണ്. അതുപോലെ തന്നെ നല്ല കപ്പ കിട്ടാറുണ്ട്. നല്ല നീളമുള്ള കപ്പയാണെന്ന് മാത്രം. പച്ചക്കറിയെ പറ്റി പറയേ വേണ്ട. നല്ല ഫ്രഷ് വെജിറ്റബിൾ കിട്ടും. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണെന്ന് നമുക്ക് തോന്നും. അതേപോലെ വലിയ പൊട്ടറ്റോ മാത്രമല്ല, ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പൊട്ടറ്റോ എല്ലായിടത്തും കൂട്ടിയിട്ടിരിക്കുന്ന കണ്ട് ഞങ്ങൾ എപ്പോൾ ആസാമിൽ പോയാലും അവിടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കൊണ്ട് വീട്ടിൽ വരാറുണ്ട്. ഒരു കാരണമേ ഉള്ളൂ, നല്ല ഫ്രഷ് ആണ്. അതേപോലെ തന്നെ അരുണാചലിൽ കിട്ടുന്നതിനേക്കാളും നല്ല കപ്പയാണ് ആസാമിലുള്ളത്. അതുകൊണ്ട് കപ്പയും ഞങ്ങൾ ഒഴിവാക്കാറില്ല. പിന്നെ കപ്പയ്ക്ക് 1 കിലോയ്ക്ക് 50 രൂപയാണ്. ഇവിടെ കുറെ പച്ചമഞ്ഞളും കൂട്ടിയിട്ടിട്ടുണ്ട്. എന്തായാലും അത് വാങ്ങിയില്ല. ആപ്പിൾ ഓറഞ്ചിനൊക്കെ നല്ല മധുരമാണ്. ചെറിയ ഊട്ടിയാപ്പിൾ പോലത്തെ ആപ്പിളാണ് കൂടുതലും. പിന്നെ ബിയർ എന്നൊരു ഗ്രീൻ കളർ ഫ്രൂട്ട്സും ഇവിടെ ഇരിക്കുന്ന കണ്ട് അതിന് 100 രൂപയാണ് വില. കുറച്ച് ഞങ്ങളും വാങ്ങി. അങ്ങനെ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് രാത്രിയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തി.